ഹലോ ഗായ്സ്, ഇന്നൊരു കാര്യം പിച്ചാനായിട്ട് പോവേണ്ട. അപ്പോൾ അതിനായിട്ട് വട്ടയില പറിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പറയുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ കാണുന്നതല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടാലും എന്താണെന്നുള്ളത് ഇതാണ് കേട്ടോ ആളെന്ന് വെച്ചാൽ മുല്ലപ്പൂവാണ്. ഇപ്പം മുല്ലപ്പൂ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കണിക്കൊന്നയുണ്ട് കേട്ടോ. ഒരുപാട് പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ വിഷു സമയത്ത് കിട്ടാറില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പിടിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാണല്ലേ കണിക്കൊന്നേനെ പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട്. പക്ഷേ ഇന്നത്തെ വിഷയം നമുക്ക് കണിക്കൊന്നയല്ല കേട്ടോ, നമ്മുടെ മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ നമ്മുടെ വീട്ടിൽ കുറേ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ കൊല്ലത്തെക്കാട്ടിയും ഇപ്രാവശ്യം കൂടുതൽ പൂക്കളാണ് നമുക്ക് കിട്ടിയത്. മുല്ലപ്പൂ അല്ലെങ്കിലും നമുക്കൊരു പ്രത്യേക ഒരു ഇതാണല്ലേ. നമുക്ക് പൂക്കളെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, പക്ഷെ മുല്ലപ്പൂ നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ്. പെൺകുട്ടികൾക്ക് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമുള്ള കാര്യമാണ്. അപ്പോൾ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതിനേക്കാളും നമുക്കത് തലയിൽ ചൂടാൻ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് വെച്ചാൽ ഈ പൂക്കളെല്ലാം നമ്മൾ പിച്ചി ഇന്ന് കെട്ടുന്നതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന്, ഇന്നത്തെ പൂവ് നമ്മൾ പിച്ചുമ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എനിക്കൊരു ചെറിയൊരു കൗതുകത്തിന് വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇന്ന് പൂക്കൾ തോനെ ഉള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് ആരെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് കാണാനും പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് ഈ പൂക്കളെല്ലാം പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളും നമുക്ക് പിച്ചാൻ പറ്റാത്ത സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പൂക്കളൊക്കെ ഞാൻ പിച്ചാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പൂക്കൾ പിച്ചിയാലോ. അങ്ങനെ ഫൈനലി പൂക്കളെല്ലാം പിച്ചി. എല്ലാം ഒന്നും പിച്ചിയില്ല, കുറച്ച് പൂക്കളാണ് പിച്ചിയത് കേട്ടോ. പക്ഷെ ഇത് തോനെ ഉണ്ട്, ബാക്കി പിച്ചാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്രയും മാത്രം കെട്ടി കാണിക്കാൻ വിചാരിച്ചു. കണ്ടോ, ഇത് തന്നെ തോനെ ഉണ്ട്, ബാക്കി പിച്ചാൻ ഭയങ്കര പാട്, കുഴിയിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് കെട്ടാം. മുല്ലപ്പൂ കെട്ടാൻ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് വാഴവള്ളി തന്നെയാണ് കേട്ടോ. വാഴവള്ളി നമ്മൾ നനച്ച് വെച്ച ശേഷം ചെറിയ ചെറിയ നൂല് പോലെ നമ്മൾ ഇറുത്തെടുത്തിട്ട് നമ്മൾ മുല്ലപ്പൂ കെട്ടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് പൂക്കളെല്ലാം നല്ല ടൈറ്റായിട്ട് കെട്ടാൻ പറ്റും. നമുക്ക് നൂല് കൊണ്ട് നമുക്ക് കെട്ടാൻ പറ്റും. പക്ഷേ ഞാൻ മുല്ലപ്പൂ കെട്ടാൻ എനിക്ക് തീരെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ചേച്ചി നല്ലതുപോലെ മുല്ലപ്പൂ കെട്ടുന്നത് കണ്ടിട്ട് ചേച്ചിയുടെ അടുത്തിരുന്ന് ഞാൻ പഠിച്ചതാണ്. ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച് ഞാനായിട്ട് തന്നെ തനിയെ ചെയ്ത് പഠിച്ചതാണ് ഈ പൂക്കൾ കെട്ടുന്നത്. അപ്പോൾ നൂല് കൊണ്ടായാലും വാഴവള്ളി കൊണ്ടായാലും കെട്ടിയാലും ഈ പൂക്കൾ ഇരുന്ന് പോവാറില്ല. ആദ്യം ഒന്ന് ചെയ്തപ്പോൾ ഒന്ന് പാളിപ്പോയെങ്കിലും പക്ഷേ എനിക്ക് പൂക്കൾ കെട്ടി ഞാൻ ഇതുപോലെ തലയിൽ തന്നെ വെച്ച് അത് വൈകുന്നേരം ആയാലും അത് പൂക്കളൊന്നും ഇരുന്ന് പോകത്തില്ല. അപ്പോൾ ഞാൻ കെട്ടുന്ന രീതിയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തന്നെയാണ് ഈ പൂക്കളിടുക. ചിലരൊക്കെ സൂചി നൂലൊക്കെ വെച്ച് കൊരുക്കും. സൂചി നൂലെക്കാട്ടി സിമ്പിളായിട്ട് നമുക്കിതുപോലെ വട്ടത്തിലിങ്ങനെ ആക്കിയ ശേഷം അതിനകത്ത് മുല്ലപ്പൂ വെക്കുന്നത് നല്ല നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ കെട്ടുന്നത്. ഇപ്പോൾ തന്നെ പകുതിയും മുക്കാലായിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇനിയും പൂക്കളിനി ബാലൻസ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കെട്ടി നോക്കാം.
കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പൂ കാണാം. അയ്യോ, ഇത്രയും പൂവുണ്ട് കേട്ടോ. കാണാം, ഇതിലും കൂടുതൽ പൂവുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിച്ചിയില്ല. ഇഷ്ടംപോലെ നിൽപ്പുണ്ട്, പിച്ചാൻ എനിക്ക് പറ്റുന്നില്ല. ഇത്രയാണ് പിച്ചിയത്. എന്താ നല്ല രസമുണ്ടല്ലേ? കണ്ടോ, നല്ല. എനിക്ക് പൂ കെട്ടാനൊന്നും അറിയത്തില്ല, അപ്പം ഞാൻ എൻ്റെ രീതിയിലൊന്ന് കെട്ടിയതാണ് കേട്ടോ. എനിക്കിങ്ങനെയാണ് കെട്ടാറുള്ളത്. ഇതിനിപ്പം ഇതിൻ്റെ പകുതി അനിയത്തിക്ക് കൊടുക്കാനായിട്ട് ഇനി മുറിച്ചെടുക്കണം, എന്നിട്ട് തലയിൽ വയ്ക്കും, വെച്ച് കാണിക്കും. അങ്ങനെ എൻ്റെ പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്. അനിയത്തിക്കുള്ള പൂവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ തോനെ പൂവുണ്ട്, കാരണം ഇത് തന്നെ എടുത്ത് തല വയ്ക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പൂക്കൾ കണ്ട ആർക്കാണ് തലയിൽ വയ്ക്കാൻ ഇഷ്ടമല്ലാത്തല്ലേ? അത് നമ്മുടെ വീടിന് മുറ്റത്ത് നിൽക്കുന്ന മുല്ലപ്പൂവാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് വിരിഞ്ഞ് നിൽക്കുകയും അതിൻ്റെ മണമൊക്കെ നല്ല ഒരു ഭംഗിയാണ് രാവിലെ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി ഞാൻ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.